രേഖാചിത്രം ഡയറക്ടഡ് ബൈ ജോഫിൻ. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സിനിമയാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇത് സിനിമ നല്ലതോ ചീത്തതോ എന്നുള്ളത്. എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഭയങ്കര ഒരു പടം പ്രതീക്ഷിച്ച് ഈ സിനിമയെ അപ്രോച്ച് ചെയ്യാതെ ഇരിക്കുക. കാരണം ഇതൊരു ക്രൈം ത്രില്ലർ ആണെന്ന് പറഞ്ഞ സമയത്ത് ഇത് ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ളതോ ഭയങ്കര തല പോയിഞ്ഞ ആലോചിക്കാനുള്ളതോ അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാനത് പറഞ്ഞുതരാം. അത് ഈ ഒരു പഴയ ഒരു പടം ഉണ്ട്. അത് ഏതാണ് എന്താണെന്നൊക്കെ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്പോയിലറായി മാറും. അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. അപ്പൊ ആ ഒരു ഒരു കാലഘട്ടം, അതായത് പഴയ പടം 1980s ഇറങ്ങിയ പടം. അപ്പൊ ആ സമയത്ത് ആ സിനിമന്റെ ലൊക്കേഷന്റെ സമയത്ത് അല്ലെങ്കിൽ ആ സിനിമന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇതില് ഒരു കുറച്ച് സംഭവങ്ങളുണ്ട്. അതിൽ ഈ സിനിമത്തെ ഒരു ക്യാരക്ടർ കൊല്ലപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാലം ഇങ്ങനെ കേസ് എന്താ പറയാ തെളിയപ്പെടാതെ അല്ലെങ്കിൽ കേസ് പുറത്തു വരാതിരിക്കുന്നത്. പിന്നെ അതിനെ തുടർന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് ആണ് ഈ ഒരു കേസ് അന്വേഷണത്തിനായിട്ട് ആസിഫിലൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ശരിക്കും നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, എങ്ങനെ പോലീസ് അന്വേഷിക്കും, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എതിരുള്ളൂ. അതായത് ഈ സിനിമയിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഇല്ല എന്ന് പറയുന്നത് ഈ സിനിമയുടെ നെഗറ്റീവ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമാണ്. കാരണം കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ളതും ഇഷ്ടമാണ്, ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ ഇതേപോലെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോടാൻ ക്രൈം ത്രില്ലേഴ്സ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക റിയലിസ്റ്റിക് ടച്ചിൽ പോണ സമയത്ത് ഈ ഒരു സിനിമ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് സ്ലോ ആയിട്ടാണ് പോണത്. ഒരു മീഡിയം പേസ് ഇല്ലെന്നുണ്ടെങ്കിൽ സ്ലോ പേസ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റിയ ഒരു സ്പീഡേ ഈ ഒരു സിനിമക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സ്പീഡ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേസിങ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. മാറുമെന്നുള്ള നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി. പക്ഷെ മാറാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു സ്ലോ പേസിൽ ഒരു മീഡിയം പേസ് സാധനങ്ങൾ ക്രൈം ത്രില്ലേഴ്സ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ വേറൊരു സിനിമയുടെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഫ്ലാറ്റ് ആയി പോകുമ്പോഴും നമുക്ക് ഈ ഒരു സിനിമ പ്രഡിക്റ്റബിൾ ആണ്. മനസ്സിലായില്ല, അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു സമയം കഴിഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആണ്. സിനിമയിൽ ഉടനീളം പ്രഡിക്റ്റബിൾ ആണെന്നുള്ളതല്ല, പക്ഷെ സ്ക്രിപ്റ്റ് കിട്ടുവാണ്. പക്ഷെ ഇതിൽ ഇങ്ങനെ നമ്മൾ ഒന്നാമത് കുറെ ക്രൈം ത്രില്ലർ മൂവീസ് കണ്ടതിന്റെ പ്രശ്നമാണ്. അപ്പോഴും സിനിമക്ക് അവിടെയും പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അതായത് ഈ ഒരു സിനിമ ഇങ്ങനെ ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ എന്തായാലും ഇത് കണ്ടുപിടിക്കുമല്ലോ, അത് തന്നെയാണല്ലോ ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ നടക്കുന്ന ഇൻസിഡൻസ് കുറച്ചും കൂടി ഒന്ന് എൻഗേജിങ് ആക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. കാരണം സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ സിനിമക്ക് ഇന്റർവെൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചില ഇംഗ്ലീഷ് സിനിമ തിയേറ്ററിൽ പോസ് ചെയ്യുമല്ലോ, അപ്പൊ അങ്ങനെയാണ് ഇതിൽ വരുന്നത്. പോസ് ചെയ്യലാണ്, ഇന്റർവെൽ ഒന്ന് എഴുതി കാണിക്കണ പരിപാടി ഒന്നുമില്ല ഇംഗ്ലീഷ് സിനിമകൾ പോലെ. എന്താ പറയുക, അങ്ങനെ ചെയ്തെന്ന് ഒരു പിടുത്തമില്ല. 2-2.5 മണിക്കൂറായിട്ട് പടം ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇന്റർവെൽ കൊടുത്തില്ല എന്നുള്ള എനിക്കറിയില്ല. ഇന്റർവെൽ ഇല്ലാത്ത ഒരു മലയാള പടം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നത്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇത് തിയേറ്ററിൽ പലയിടത്തും പല സമയത്തും പോസ് ചെയ്യാം. പക്ഷെ ഒരു സിനിമന്റെ ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിൽ എനിക്ക് അത്യാവശ്യം ബോറടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഹാഫിലും ഉണ്ടായിരുന്നത് ചില ഭാഗങ്ങൾ ഇങ്ങനെ വലിച്ചു നീട്ടണ പോലെ, ചില ഷോട്ടുകൾ വലിച്ചു നീട്ടണ പോലെ. ഫസ്റ്റ് ഹാഫിൽ മൈന്യൂട്ട് ആയിട്ടുള്ളൂ, പക്ഷെ അതൊന്നും കുറ്റമായിട്ട് പറയാനില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ എവിഡന്റ് ആയിട്ട് ആ ഒരു ലാഗ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ലോ പേസ് ആണ് മീഡിയം പേസ് ആണെന്ന് ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന ഒരു ഫീല് സെക്കൻഡ് ഹാഫിൽ ഉടനീളമൊന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ എന്താ പറയാ ചില സമയത്ത് മാത്രം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അതൊന്നും നെഗറ്റീവ് ഞാനിപ്പോ റിവ്യൂ ആയതുകൊണ്ട് പറയണട്ടാ. ഇത് റിവ്യൂ ആയതുകൊണ്ട് ഞാൻ പറയണില്ല, അതൊന്നും ഞാൻ അതും പറയില്ല. അതൊക്കെ ഇപ്പൊ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ അങ്ങനൊക്കെ ഉണ്ടാവുക. ഇങ്ങനെ നമ്മളിപ്പോ എന്താണെന്നറിയോ, കുറെ ക്രൈം ത്രില്ലർ മൂവീസ് പല ഭാഷകളിലും കണ്ടിട്ട് നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ക്രൈം ത്രില്ലർ കാണുമ്പോഴാണ് ചെറിയ ചെറിയ പോരായ്മകൾ ഇങ്ങനെ മുഴച്ച് നിൽക്കണതായിട്ട് തോന്നുന്നത്. അല്ല സിനിമക്ക് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? സിനിമ ആ ഭാഗവും സിനിമക്ക് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ആ ഭാഗവും പറയാനില്ല. മനസ്സിലായില്ലേ? പിന്നെ ഇതിന് ഒരു പഴയ കാലഘട്ടത്തേക്ക് പോണ സമയത്ത് ഒരു 1980s 1990s ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിലേക്ക് എന്താ പറയാ പോകുമ്പോൾ ഉള്ള സമയത്ത് ഒരു ആർട്ട് ഉണ്ട്. ആർട്ട് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജാതി ആർട്ട് ടോപ്പോനോ. അതായത് പഴയ ഒരു കഥ പറയുന്ന സമയത്ത് 1980s കഥ പറയുന്ന സമയത്ത് ആ കാലഘട്ടത്തേക്ക് പോകുമ്പോൾ എന്റേത് മാറണല്ലോ, ആൾക്കാരെ വേഷടക്കം മാറണല്ലോ, അത് മാറലും പിന്നെ എഡിറ്റിങ് ആ സമയത്തുള്ള ഒരു കളർ ഗ്രേഡിങ് ഇവർ ഇതിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ അവരിത് ഫുള്ള് ചെയ്തെന്നുള്ള എനിക്കൊരു പിടുത്തില്ല. അതിന്റെ ആർട്ട് വർക്ക് ഒറ്റ സെക്കൻഡ് പോലും, അത് 1980s അല്ലാതെ നമ്മൾ പറയില്ല, ഒറ്റ മൈന്യൂട്ട് സെക്കൻഡ് പോലും അത് പറയില്ല. ആ സമയത്ത് ആ ആർട്ട് കിട്ടു കഴിഞ്ഞിട്ട് ഇത് BGM കിട്ടില്ല. നല്ല സൗണ്ടും ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, എന്താ പറയാ നല്ല സൗണ്ട്, എനിക്ക് നല്ല സൗണ്ട് ഉള്ള BGM പൊതുവെ ഇഷ്ടമാണ്. പക്ഷെ ഇത് വെറുതെ ചില സമയത്ത് ചില മ്യൂസിക് ഡയറക്ടർമാർ വന്നിട്ട് ഇങ്ങോട്ട് അടിച്ചോണ്ട് കേട്ടിട്ട് ഒരു സംഭവം ചെയ്യുന്നുണ്ട്. മറ്റേ കങ്കോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ വെച്ചിട്ടുണ്ട് വരുന്നത്, അങ്ങനത്തെ യാതൊരു സംഭവം ഇല്ല. ഒച്ചമൂലിയൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ എന്താ പറയാ തല വേദനിക്കണ ചെവി പൊട്ടി പോണ യാതൊരു സംഭവം ഇല്ല. അവിടെ BGM കിട്ടുമായിരുന്നു. പെർഫോമൻസ് ആദ്യം പറഞ്ഞ ആസിഫ് അലി അതിന്റെ പോലീസ് കോമ്പോ എന്ന് പറഞ്ഞത് ഇപ്പൊ സക്സസ് ആണ്. ആസിഫ് അലി പോലീസായി വന്നാൽ പിന്നെ സക്സസ് ആണെന്നുള്ള ഇതില്ല. കാരണം എനിക്ക് എല്ലതും അല്ല എന്നാലും ഞാൻ പറയാം. പക്ഷെ എന്ന് പറയുമ്പോൾ ഈ മലയാളത്തിൽ ഒരു അണ്ടർ റേറ്റഡ് ജമ്മാണ് ആസിഫ് അലി എന്ന് പറഞ്ഞത്. പിന്നെ ആസിഫ് അലി പോലീസായിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആസിഫ് അലി ചെയ്തതിൽ ഏറ്റവും ആസിഫ് അലി ഏത് റോള് ചെയ്യുന്നതാണ് എനിക്ക് കാണാൻ ആഗ്രഹം ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തന്നെ പോലീസ് വേഷം. അതിനേക്കാളും നല്ല വേഷങ്ങൾ ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. പക്ഷെ പോലീസ് വേഷത്തിൽ ആസിഫ് അലിക്ക് ഒരു പ്രത്യേക ഒരു സംഭവം ഉണ്ട്. ആ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഉള്ള ആസിഫ് അലിന്റെ പെർഫോമൻസ് ഒക്കെ പൊതുവെ ഒരു കിട്ടുകയാണ്.
മനസ്സിലായില്ല. അപ്പൊ അത് അങ്ങനത്തെ ആ ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ ആസിഫിന്റെ ഭാഗത്ത് ഒട്ടം നീളം കാണാൻ പറ്റും. പിന്നെ ഇതിനടുത്ത് പറഞ്ഞത് അനശ്വരനായിരുന്നു. അനശ്വര ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കൊക്കെ കലി കൊള്ളുന്നുള്ള അറിയാം. പക്ഷെ ഇന്നും യങ് ആക്ട്രസുകളിൽ മലയാളത്തില് ഏറ്റവും നന്നായിട്ട് അഭിനയക്കാരനായ നടിമാരിൽ ഒന്ന് അനശ്വരനെയാണ്. അത് നേര്, പക്ഷെ അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് അടുപ്പിച്ച് കിട്ടണില്ല. അതാണ് അനശ്വരന്റെ ഒരു പ്രശ്നം. പക്ഷെ നേര് സിനിമയിലൊക്കെ അനശ്വരൻ എന്ത് കിട്ടുകയോ ചെയ്ത്. പക്ഷെ അതിന് ശേഷം പിന്നെ ഗുരുവായൂരമ്പല നടയിലൊക്കെ അതിന്റെ ഒന്നും അങ്ങനെ വലിയ പെർഫോം ചെയ്യാനുള്ളതില്ലല്ലോ. എനിക്ക് തോന്നുന്നത് നേര് കരിയറിൽ നേര് സിനിമത്തെ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം പെർഫോം ചെയ്യാനുള്ളത് ഈ രേഖാചിത്രം എന്ന് പറഞ്ഞ ഈ ഒരു മൂവി തന്നെയാണ്. പിന്നെ ഇതിൽ ഈ ആസിഫ് അലി ഇത് ഇങ്ങനെ ആരാണ് എന്താണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് പോണ സമയത്ത് ഈ ഒരു സിനിമ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് ഇങ്ങനെ പോയി പോണ അങ്ങനെ ഒരു രീതി ഉണ്ട്. അതിങ്ങനെ എലിവേറ്റ് ചെയ്ത് അങ്ങനെ പോവാ. പിന്നെ എവിടെയും ഡ്രോപ്പ് ആവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ചില സമയത്ത് ഈ പാസ്റ്റ് പറയുന്ന സമയത്ത് ചില സമയത്ത് ഇങ്ങനെ സ്ട്രെച്ച് ആയ ഒരു ഫീല് ഒരു സിനിമയിൽ പല ഭാഗങ്ങളിലുണ്ട്. മനസ്സിലായില്ല. പക്ഷെ അത് കൺസിസ്റ്റന്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു നെഗറ്റീവായിട്ട് പറയാനില്ല. പിന്നെ ഈ ടെക്നിക്കലി ഒരു സിനിമ ടോപ്പ് നോച്ച് ആണ്. മനസ്സിലായി. ടെക്നിക്കൽ സ്ക്രീൻ പ്ലേ ആണെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ കിട്ടുവാണ്. പക്ഷെ എനിക്ക് ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നെഗറ്റീവായിട്ട് തോന്നി നമ്മൾ എപ്പോഴും കണ്ടുമടുത്ത ഒരു എന്താ പറയാ ഒരു ടോപ്പിക് ആയിപ്പോ അതിലെ ഒരു വെറൈറ്റി പഴയ സിനിമന്റെ ഒരു കാലഘട്ടം കൊണ്ടുവന്നിട്ട് അതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊക്കെ പറയില്ലേ, ഒരു ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ടച്ച് അവർ കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ടിപ്പിക്കൽ ഒരു എന്താ പറയുക ഒരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ്. അതിന് വേറെ എന്താ ഗംഭീരമായിട്ട് എന്ന് പറയാൻ ഒന്നുമില്ല. കാരണം ഒന്നാമത് പ്രഡിക്റ്റബിൾ ആണ്. മനസ്സിലായില്ലേ. പ്രഡിക്റ്റബിൾ സാധനം അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടാണ് കഥ പോണത്. ഒരു മീഡിയം പേസ് അല്ലെങ്കിൽ സ്ലോ പേസിന് അവകാശം പെടാൻ പറ്റിയ ഒരു സ്പീഡേ സിനിമക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു പേസിംഗിൽ ഒരു ക്രൈം ത്രില്ലർ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടുള്ളൂ. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടത്. ഇനി അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഭയങ്കര സീറ്റ് അടിച്ച് ത്രില്ലേഴ്സ് ആണ്. ക്രൈം ത്രില്ലേഴ്സിൽ അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ ഡിസപ്പോയിന്റ് ചെയ്യും. ഇതൊരു സ്ലോ പേസിൽ അല്ലെങ്കിൽ മീഡിയം പേസിൽ പോണ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അതിൽ ഇങ്ങനെ കുറെ 10 ആൾക്കാരെ തല്ലിടല്ലോ, ആസിഫ് അലി തല കുത്തി മറിഞ്ഞിട്ട് 150 ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ട് മാക്സിമം അതിൽ ആകെ ഒരു ഡോറ് ചവിട്ടി പൊളിച്ചിട്ട് ആസിഫ് അലി ഒരു എന്താ പറയാ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതിൽ അത് കുറച്ച് നേരം തോന്നും. ആ സമയത്താണ് പിന്നും അതാ ഫൈറ്റ് അടക്കം റിയലിസ്റ്റിക് ആണ്. പക്ഷെ എന്നാലും കുറച്ചെങ്കിലും ഒരു ഓവർ ദി ടോപ്പ് അവകാശം പെടാൻ പറ്റണ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സിനിമയിൽ മൊത്തം റിയലിസ്റ്റിക് ആണ്. ഒരു സിനിമ അങ്ങനെ ഭയങ്കര കയറി പോണ സംഭവം. ഇത് സ്ക്രിപ്റ്റ് ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ അക്സെപ്റ്റ് ചെയ്യണ ഒരു ക്രൈം ത്രില്ലർ മൂവിനെ അക്സെപ്റ്റ് ചെയ്യണ ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ഈ സിനിമയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അതെനിക്ക് ഉറപ്പാണ്. ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ട്വിസ്റ്റ് ഉണ്ട്. 2-3-4 ട്വിസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത് ആ വരുന്ന ട്വിസ്റ്റ് പ്രഡിക്റ്റബിൾ ആണെങ്കിൽ പോലും ഇറ്റ് വാസ് നൈസ്. മനസ്സിലായില്ല. ഒരു ഇമ്പാക്ട് ഈ ഒരു സിനിമ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പൊ ഇതിന്റെ ഈ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി പഴയ ഒരു കാലഘട്ടത്തിൽ നടന്നു പോയ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അപ്പുറത്ത് ആരും അറിയാതെ പോയ ഒരു കഥ എന്നുള്ള രീതിയിലാണ് ഇത് നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ശരിക്കല്ലട്ടാ, അതാണ് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് അതാണ് പറയുന്നത്. അപ്പൊ ഈ സിനിമന്റെ അകത്തെ സിനിമ എന്ന് പറഞ്ഞ ഒരു സംഭവം അതുകൊണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ടിപ്പിക്കൽ ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ്. അത് ഈ സിനിമനെ ഒന്ന് എലിവേറ്റ് ചെയ്ത് നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു വെറൈറ്റി സംഭവം ഈ ഒരു സിനിമക്ക് വരാനുള്ള കാരണം ഈ സിനിമന്റെ അകത്തെ സിനിമ എന്ന് പറഞ്ഞ ഒരു പടം ഉണ്ടല്ലോ, ഈ പഴയ കാലഘട്ടത്തിലുള്ള ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ആ ഒരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമന്റെ അവിടെയാണ് ഇവര് വെറൈറ്റി കളികൾ മൊത്തം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു സിനിമ ആവറേജ് ആയിട്ട് എന്തായാലും പോയിരുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഞാൻ ഇപ്പൊ പെർഫോമൻസ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ള സിനിമനെ പറ്റി പറയാം. ഞാൻ പറഞ്ഞല്ലോ, മീഡിയം പേസോ സ്ലോ പേസോ ക്രൈം ത്രില്ലേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലാറ്റ് സ്ക്രിപ്റ്റ് ഉള്ള ഒരു ക്രൈം ത്രില്ലേഴ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവറേജ് എല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ട് ഈ ഒരു സിനിമ തോന്നുള്ളൂ. എനിക്ക് ഭയങ്കര പടമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഒരു അബവ് ആവറേജ് മൂവി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര കിടിലം പടം അങ്ങനെ ഒന്നുമില്ല. എന്നാലും രസമുള്ള ഒരു സിനിമ തന്നെയാണ് രേഖാചിത്രം എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ സിനിമ ഞാൻ പറഞ്ഞല്ലോ, അത് ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടാൻ കേട്ടോ. ഞാൻ പിന്നെ എന്നോട് ഒന്ന് ചോദിക്കുക, കമന്റ് ബോക്സിൽ ചോദിക്കരുത് ഇത് എന്ത് പടം, ഇതിലെവിടെ എവിടെ അങ്ങനെ പല പടങ്ങളും ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. മനസ്സിലായി. പിന്നെ ഞാൻ തിയേറ്ററിൽ പോയി കാണണം, എന്നാലേ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ ഇത് OTT ഇറങ്ങിയിട്ട് ഇത് എന്താ ചോദിച്ചിട്ട് ആരുടെ ചെന്നിട്ട് കാര്യമില്ല. കാരണം ഞാനിപ്പോ ഈ പറഞ്ഞ സാധനങ്ങളും ഫീൽ ചെയ്യില്ല നിങ്ങൾ OTT ഇറങ്ങിയിട്ട് ഫോണിലോ കമ്പ്യൂട്ടറിലോ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ സിനിമന്റെ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ OTT ഇറങ്ങിയിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതും ഫീൽ ചെയ്യൂല. ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വെക്കുക. ഒരു സ്ലോ പേസോ അല്ലെങ്കിൽ ഒരു മീഡിയം പേസിൽ പോകുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതില്ലാന്നുണ്ടെങ്കിലും കാണാൻ പക്ഷേ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.